പ്രഭാത ചന്ദ്രശേഖരെ പോലീസ് മേധാവിയെ നിയമിച്ചതിൽ ന്യായീകരണങ്ങളുമായി CPIM നേതാക്കൾ രംഗത്ത് വന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുതൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വരെ നിയമനത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നു. കേന്ദ്രവുമായുള്ള CPIMന്റെ ധാരണയാണ് നിയമനത്തിലൂടെ പ്രകടമായതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കൂത്തുപറമ്പ് വെടിവയ്പ്പിനെ കുറിച്ച് നോ കമന്റ്സ് എന്നായിരുന്നു പ്രഭാത ചന്ദ്രശേഖരന്റെ ഇന്നത്തെ പ്രതികരണം. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് പിന്നാലെ CPIM പ്രതിസ്ഥാനത്ത് നിർത്തിയ റവാഡ ചന്ദ്രശേഖരെ പോലീസ് മേധാവിയാക്കിയതോടെ അതിനെ ന്യായീകരിക്കാനുള്ള മത്സരത്തിലാണ് CPIM നേതാക്കൾ. വ്യക്താക്കളല്ലേ ഇവരല്ലേ അന്ന് കൊന്നത്, അല്ലാണ്ട് രവദാ ചന്ദ്രശേഖരന് പോലെ ആരുമല്ലോ കൊന്നത്. നിയമനത്തിൽ അതൃപ്തി പരസ്യമാക്കിയ P ജയരാജൻ നിശബ്ദത പാലിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി മുതൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വരെ ന്യായീകരണവുമായി രംഗത്തെത്തി. ഇപ്പം നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും രവദാ ചന്ദ്രശേഖരൻ 2 ദിവസം മുമ്പ് ഈ ഒരു സംഭവം നടക്കാൻ വേണ്ടി പോകുന്നു എന്ന് മനസ്സിലാക്കി നേരെ സർവീസിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് നേരെ അവിടെ വന്നു. എന്നിട്ട് ഈ സംഭവത്തിന് ആകെ നേതൃത്വം നൽകി കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങ് വെടിവെച്ചു എന്ന് പറയുന്ന പോലെയല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് വസ്തുതയാണ്. പ്രതിപക്ഷമാകട്ടെ പോലീസ് മേധാവി നിയമനത്തിൽ കേന്ദ്ര സർക്കാരുമായി ധാരണയെന്നാരോപിക്കുകയാണ്. കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് ഈ പുതിയ DGP എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചേരിതിരിഞ്ഞ് ആരോപണ യുദ്ധം മുറുകുമ്പോൾ റവാഡ ചന്ദ്രശേഖർ വിവാദ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. റവാഡ ചന്ദ്രശേഖരന്റെ നിയമനം സർക്കാർ കാര്യമെന്നായിരുന്നു CPIയുടെ പ്രതികരണം. ന്യായീകരണങ്ങൾ പലത് നിരത്തിയാലും കൂത്തുപറമ്പ് വെടിവയ്പ്പിനെ വൈകാരികമായി കാണുന്ന CPIM അണികൾക്ക് നിയമനം ബോധ്യമാകാൻ നേതൃത്വത്തിന് കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് 24.